കുട്ടികളെ, സിസിലിയുടെ പനി മാറിയിട്ടില്ല. ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. എത്രത്തോളം ആയി കാര്യങ്ങള്? കൈലാഷ് ഉടനെ എത്തും. അവനൊരു മീറ്റിങ്ങിന് പോകുന്ന വഴിയാ ഇവിടേക്ക് വരുന്നത്. അവൻ വരുമ്പോ സദ്യ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോ അവൻ കഴിക്കാതെ പോവും. അവൻ വരുമ്പോഴേക്കും സദ്യ റെഡിയാവോ? അതോ ഞാൻ കാറ്ററിംഗുകാരെ വിളിക്കണോ? അതൊന്നും വേണ്ട മാഡം, പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതെ, കാളനും മൂലനും അവിയലും എരിശ്ശേരിയും ഒക്കെ റെഡിയായി. ഇനി പപ്പടം കാച്ചാനും പരിപ്പ് വയ്ക്കാനും മാത്രമേ ബാക്കിയുള്ളൂ. കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സമ്മതിച്ചു. നിങ്ങൾ ഏറ്റെടുത്ത ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തു. അല്ല, പാറു എവിടെ? അവളിവിടെ ഇല്ലേ? പാറുവിനെ ഞങ്ങള് നിർബന്ധിച്ച് ലക്ഷ്മി ചേച്ചിയുടെ അടുത്തേക്ക് വിട്ടു. അവര് കുറച്ചുനേരം സംസാരിക്കട്ടെ എന്ന് കരുതി. മാഡം ധൈര്യമായിട്ട് പോയി കൈലാസ് സാറിനെ സ്വീകരിക്കാൻ നോക്ക്. കൃത്യം 12 മണിക്ക് എല്ലാം റെഡിയാവും. 12:30 തന്നെ നമുക്ക് ഇലയിടാം. മിടുക്കികൾ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി ശരി മാഡം. എന്റെ തല വല്ലാതെ കറങ്ങുന്നുണ്ട്. എന്തു പറ്റി സൗന്ദര്യ? നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ചൂടത്ത് നിന്നതിന്റെ ക്ഷീണമായിരിക്കും. അതല്ല മീരെ, എനിക്കെന്തോ വല്ലാതെ ഉറക്കം വരുന്ന പോലെ. അയ്യോ സൗന്ദര്യ, ആയിഷ, സൗന്ദര്യ, സൗന്ദര്യ, മീര, ഐസ്ക്രീമില് നിങ്ങളെന്തോ ഒടുവിലത് വർക്കായി കിട്ടി. ഞാൻ വിചാരിച്ചു പ്ലാൻ പാളിയെന്ന്. ബോധം പോകുമ്പോഴും നമ്മളാ ഇതിന് പിറകില്ലെന്ന് അവള് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചിട്ട് ഇവളിപ്പോ എന്ത് ചെയ്യാന്? എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. നിന്നെ സമ്മതിച്ചു മുക്ത. എന്താ പ്ലാനിങ്?